everyone, welcome back to the Better Part with Donna. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് വീഡിയോ എടുക്കണമെന്ന് ഞാൻ ശരിക്കും വിചാരിച്ചതല്ല. സൺഡേ ആണ് പൊതുവെ ഞാൻ വീഡിയോ ഇടാറ്. ഇന്ന് പക്ഷെ പെട്ടെന്ന് സമയം കിട്ടി. പിന്നെ മാത്രമല്ല, ഒരു കാര്യം ഞാനിങ്ങനെ കുറേ ആയിട്ട് എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യണം എന്നൊക്കെ ഇരുന്ന് അങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു. അതിനുള്ളൊരു സമയം സൺഡേ കിട്ടിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇതിനെപ്പറ്റി സംസാരിക്കാമെന്ന്. ഇന്നപ്പോൾ നമ്മൾ ഒരൊറ്റ വേഴ്സിലാണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹൗ ടു കിൽ യുവർ ആങ്സൈറ്റി വിത്ത് താങ്ക്സ് ഗിവിങ് ഓർ ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് ഞാൻ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെ, ആങ്സൈറ്റി എല്ലാവർക്കും ഉണ്ട്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്തിനേലുമൊക്കെ പറ്റി ആകുലതകളും ചിന്തകളും ആങ്സൈറ്റി ഉണ്ട്, ആങ്ഷ്യസ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടെന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ എനിക്കും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ശരിക്കും എനിക്ക് അങ്ങനെ ആങ്സൈറ്റി തോട്ട്സ് വരേണ്ടതല്ല. എൻ്റെ ജീവിതത്തിൽ ദൈവം റിപ്പീറ്റഡായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ തരുന്നുണ്ട്. എന്നാലും ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അയ്യോ അതെങ്ങനെയായിരിക്കും നടക്കുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലോ. അപ്പം ദാറ്റ് ഈസ് ആങ്സൈറ്റി. അപ്പം ഞാൻ റീസെൻ്റായിട്ട് കഴിഞ്ഞ ഒരാഴ്ച, പ്രത്യേകിച്ച് ഇന്ന് ഈ ദിവസങ്ങളിലൊക്കെ എനിക്ക് പുതുതായിട്ടൊരു കാര്യം മനസ്സിലായതാണ്. ആങ്സൈറ്റിനെ ഡീൽ ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ വളരെ ആങ്ഷ്യസ് ആയിട്ടുള്ള തോട്ട്സും ആകുലതകൾ പ്രശ്നങ്ങൾ ചിലപ്പോൾ ചെറുതായിരിക്കും, പക്ഷേ ആകുലത അതിനേക്കാളും കൂടുതലായിരിക്കും. പല സമയങ്ങളും അതാണ് നമ്മൾ കൂടുതലായിട്ട് ഓവർ തിങ്ക് ചെയ്ത് ആങ്സൈറ്റി കൂടുന്നതാണ്. പ്രശ്നം ചിലപ്പം അത്രയ്ക്കൊന്നും ചിന്തിക്കാനുള്ളത് വേറൊരാൾക്ക് ചിലപ്പോൾ അത്രയും ചിന്തിക്കാനുള്ളത് ഉണ്ടാവില്ല, പക്ഷെ നമ്മൾക്കത് വളരെ വലിയൊരു പ്രശ്നമാണ്. അപ്പം അങ്ങനെയുള്ള കടന്നു പോയപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പെട്ടെന്ന് അത് എൻ്റെ മനസ്സിൽ ഈ ഒരു വചനം കൂടെ വെച്ച് കടന്നു വന്നതാണ്. കഴിഞ്ഞ ആഴ്ചയാണ് സംഭവം. പിന്നെ പെട്ടെന്ന് എനിക്കിങ്ങനെ മനസ്സിലായി, നമ്മൾ താങ്ക്സ് ഗിവിങ് ചെയ്യുമ്പോൾ, അതായത് സ്തോത്രം ചെയ്യും, ദൈവം നമ്മൾക്ക് ഈ ഇത്രയും നമ്മളുടെ ഈ ഒരു ജീവിതത്തിൻ്റെയും ഈ ഒരു വയസ്സിൻ്റെയും പരിധി വരെയും നമ്മളെ കാത്തു പരിപാലിച്ച അവസ്ഥകളും പിന്നെ എന്താണ് അവസരങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ ദൈവം നമ്മളെ ഇതിലും വലിയ പ്രശ്നങ്ങളിൽ നിന്ന്, ഇതിലും മോശമായിട്ടുള്ള പ്രതിസന്ധികളിൽ നിന്ന് നമ്മളെ വിടുവിച്ച അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഓർത്ത് കഴിയുമ്പോൾ അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ആങ്സൈറ്റീനെ എങ്ങനെ നമ്മൾക്ക് ഡീൽ ചെയ്യാം, അങ്ങനെ ഞാൻ പഠിച്ച ഒരു 2 ആഴ്ചയും കൂടെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഈ പ്രാവശ്യം വീഡിയോ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി തന്നെ ചെയ്യാൻ കാര്യം. അത് ഞാൻ സ്വന്തമായിട്ട് പിന്നെ ജീവിതത്തിൽ പ്രവർത്തിച്ച് അത് എക്സ്പെരിമെൻ്റ് ചെയ്ത് അറിഞ്ഞ ഒരാളാണ്. അപ്പോൾ അത് കാരണം ഞാനൊരു പർട്ടിക്കുലർ കാര്യം അതെങ്ങനെയാവും എന്താവും എന്നൊക്കെ ചിന്തിച്ച് അയ്യോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇതിനു മുന്നേ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്നൊരു പുതിയ പ്രശ്നം വരുമ്പം നമ്മൾ ഈ പഴയ കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരില്ല. ഓർമ്മ വന്നാൽ പോലും നമ്മളുടെ ആ പ്രശ്നത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കാരണം ആങ്സൈറ്റി, ഞാൻ പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ ആങ്സൈറ്റി ഒരു സാത്താൻ്റെ ഒരു കളിയാണെന്ന് പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. കാര്യം നമ്മളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓവറായിട്ട് ഒരു നെഗറ്റീവ് രീതിയിലേക്ക് ചിന്തിപ്പിച്ച് നമ്മളുടെ ഫെയ്ത്ത്, നമുക്കുണ്ടായിരിക്കുന്ന വിശ്വാസം, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ വിശ്വാസം ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾക്ക് വിശ്വസിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും, വിശ്വാസത്തെ മുറുകെ പിടിക്കണം എന്നുണ്ടെങ്കിലും പല സമയങ്ങളിലും ഇങ്ങനത്തെ നെഗറ്റീവ്, അയ്യോ അതെങ്ങനെയാവും, അതങ്ങനെ ആകുമോ, അതങ്ങനെ നടക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സും ഫിയേഴ്സും അൺസർട്ടനിറ്റിയും ഒക്കെ സാത്താൻ ഇട്ടിട്ട് നമ്മളുടെ വിശ്വാസത്തിനെ അങ്ങ് കുറച്ചൊന്ന് അതിനൊന്ന് കോട്ടം സംഭവിക്കുന്ന പോലെ പല സമയങ്ങളിലും അതാണ് നമ്മൾക്ക് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാര്യം വിശ്വാസത്തെക്കാളും കൂടുതൽ ആങ്സൈറ്റി, ആകുല ചിന്തകൾ അതിന് മുകളിൽ നിൽക്കുകയാണ്. അപ്പം ഈ ഒരാഴ്ച ഞാനിങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് അതെന്താവും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പം ഒരു ഡിസിഷനെ പറ്റിയിട്ടാണ് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ വന്നു. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് ഈ ഒരു നെഗറ്റീവ് തോട്ടിനെ ഒന്ന് സപ്രസ് ചെയ്തിട്ട് എന്നെ തന്നെ കുറച്ചൊന്ന് വചനങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് പിന്നെ ബലപ്പെടുത്തണം എന്ന് എനിക്ക് തന്നെ ആഗ്രഹമുണ്ട്. പക്ഷേ ആ സമയത്ത് പെട്ടെന്ന് നമ്മൾ ആ ഒരു തോട്ടിലിരിക്കുമ്പോൾ പറ്റുന്നില്ല. ഒരുപാട് പിന്നെ ഇങ്ങനെ എന്താണ് നെഗറ്റീവ് അല്ല, പക്ഷേ അയ്യോ അത് അങ്ങനെ ആകുമോ ഇങ്ങനെ ആകുമോ എന്നുള്ള ആങ്സൈറ്റി. അതായത് ഫിലിപ്പീൻസ് 4:6-7 പിന്നെ 4-ാം അധ്യായം 6-ഉം 7-ഉം വാക്യങ്ങൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അപ്പോൾ ഞാൻ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് വിചാരപ്പെടലാണ്. അങ്ങനെ ആവുമോ, അത് ഇങ്ങനെ ആവുമോ, അതിൻ്റെ തലയാഴ്ച വരെ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചത്. എന്നിട്ടും അത് ഓർക്കാതെ ഞാൻ പിന്നെ എൻ്റെ സിറ്റുവേഷനെ പറ്റിയാണ് ഓർക്കുന്നത്, ദൈവത്തെ പറ്റിയല്ല. അത് അങ്ങനെ ആവുമോ ഇങ്ങനെ ആവുമോ. പെട്ടെന്ന് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു വചനമായതുകൊണ്ടും എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ളൊരു വചനമായത് കാരണം ഇതെനിക്ക് അറിയാം. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഈ വചനം വന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലോ അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്.
ഞാൻ പല പ്രാവശ്യം ഈ വചനം വായിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം ഇത് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പിന്നെ ഉരുവിട്ടിട്ടുണ്ടെങ്കിലും ആ സമയങ്ങളിലൊക്കെ എൻ്റെ ശ്രദ്ധ പോയിട്ടുണ്ടായിരുന്നത് ഒന്നിനെപ്പറ്റി വിചാരപ്പെടരുത്, ഡെഫിനറ്റ്ലി ശ്രദ്ധ പോകും, പക്ഷെ നമ്മളത് അനുസരിക്കാറില്ല പൊതുവെ. അപ്പം കൂടുതൽ എൻ്റെ ശ്രദ്ധ അന്നൊക്കെ പോയിട്ടുള്ളത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷിച്ചാലും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഓക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നു, അല്ലെ അപേക്ഷിക്കാൻ പറയുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു, യാചന ചെയ്യുന്നു. ഈ ഫോക്കസ് ഇതൊക്കെയായിരുന്നു പണ്ട് അല്ലെങ്കിൽ അന്ന് വരെയുള്ള എൻ്റെ ഫോക്കസ്. ആ ദിവസം പക്ഷേ പെട്ടെന്ന് ഈ വചനം എൻ്റെ മനസ്സിലേക്ക് വരുന്ന സമയത്തുള്ള എൻ്റെ ഫോക്കസ് അതിലായിരുന്നില്ല. എൻ്റെ ഫോക്കസ് പെട്ടെന്ന് അതൊരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടൽ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം പെട്ടെന്ന് എൻ്റെ ഫോക്കസ് അതുവരെ ഞാൻ ചിന്തിക്കാത്ത വേറൊരു ഫ്രേസിലായിരുന്നു. അതായത് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കുകയാണ് വേണ്ടത്. പെട്ടെന്ന് അത് പിന്നെ താങ്ക്സ് ഗിവിംഗ് എന്നുള്ള അതിൻ്റെ ഇംഗ്ലീഷ് വേഴ്സാണ് ഞാൻ ആ സമയത്ത് വായിച്ചത്. അപ്പോൾ താങ്ക്സ് ഗിവിംഗ് എന്ന് കേട്ടതും പെട്ടെന്ന് എനിക്ക് തന്നെ ഒരു ഗിൽറ്റി ഫീലിംഗ് തോന്നി, ഒരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ട്. അയ്യോ ഞാൻ പിന്നെ ഇത്രയും അതിൻ്റെ ആഴ്ചയോ അതിൻ്റെ തലേ ദിവസം ആഴ്ച വരെയും ജീവിതത്തിൽ പല കാര്യങ്ങളിലും ദൈവം പ്രവർത്തിച്ച് കണ്ടറിഞ്ഞ ഞാൻ പെട്ടെന്നൊരു പുതിയൊരു കാര്യം വരുന്നു. ഓക്കെ, ജീവിതം ഞാൻ പറഞ്ഞില്ല, ഒന്നിനെപ്പറ്റിയും വിചാരപ്പെടരുത് എന്ന് ദൈവം നമ്മളോട് പറയുന്നതിൻ്റെ കാര്യം തന്നെ വിചാരപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കും 100%. അത് ഓൾറെഡി ദൈവം അക്നോളജ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ദൈവം പറയുമായിരുന്നു നിങ്ങൾ പേടിക്കേണ്ട പ്രശ്നമൊന്നും വരത്തില്ല എന്ന്. അങ്ങനെയല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. പ്രശ്നങ്ങൾ വരും, പക്ഷെ അതിനെപ്പറ്റി വിചാരപ്പെടരുത്. ഒരിക്കലും നമ്മളത് മനസ്സായി എടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അത് വളരെ അസേർട്ടീവായിട്ടുള്ള ടോണിലാണ് പറഞ്ഞിരിക്കുന്നത്, ഇമ്പരേറ്റീവ് ടോൺ എന്ന് പറയും. അതായത് വിചാരപ്പെടരുത് എന്ന് നമ്മളോട് കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ്, പക്ഷെ നമ്മളൊരു ഫോക്കസ് അതെല്ലാം ചെയ്യാറേ ഇല്ല. ഞാൻ പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് ഒരു ഗിൽറ്റി ഫീലിംഗ് വന്നു. അയ്യോ ഇത്രയും കാര്യങ്ങൾ എന്താ പറയുക, നമ്മൾ പിന്നെ മനസ്സിലൊരു പാട്ട് വന്നതുപോലെ പിന്നെ ഗോഡ് ഹാസ് ബീൻ സോ ഫെയ്ത്ത്ഫുൾ ആൻഡ് സോ ഗുഡ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, വളരെ വിശ്വസ്തനായിട്ട് വളരെ നന്നായിട്ട് ഈ ഒരു തലേ ദിവസം വരെ നിന്നിട്ടും പെട്ടെന്ന് നമ്മൾ ഒരു പ്രശ്നം വരുമ്പോൾ അത് മറന്നിട്ട് പ്രശ്നത്തിൻ്റെ സാഹചര്യത്തെയും അതിൻ്റെ ബുദ്ധിമുട്ടുകളെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്, നമുക്ക് താങ്ക്സ് ഗിവിങ് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. നന്ദി പറയുന്നത് നമ്മൾ നമുക്ക് കൂടുതലും കുറവാണ്. കംപ്ലൈൻറ്റ് പറയുന്നതാണ് കൂടുതൽ, നന്ദി പറവ് കുറവാണ്. എനിക്ക് പെട്ടെന്ന് ആ ഒരു ബോധ്യം വന്നു. അപ്പം ഞാൻ പെട്ടെന്ന് അതിൻ്റെ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ അതിൻ്റെ ഒരു ഡിസിഷൻ വരും. അപ്പം പെട്ടെന്ന് ആ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ ഞാൻ പിന്നെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ അയ്യോ ഞാൻ ഈ കംപ്ലയിൻറ്റ് ചെയ്തതും അകലപ്പെട്ടതൊക്കെ എന്നോട് ക്ഷമിക്കണമേ. അതുവരെ ചെയ്തു തന്ന എല്ലാ കാര്യത്തിനും നന്ദി. കാര്യം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്തതോ അല്ലെങ്കിൽ നമ്മൾ അർഹിക്കാത്തതോ ആയിട്ടുള്ള നന്മകളാണ് ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള താങ്ക്സ് നമ്മൾ പറഞ്ഞാലും അതിന് പിന്നെ തികയുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ പെട്ടെന്ന് എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് മനസ്സിൽ തോന്നി. ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും നന്ദി. ഇനിയുള്ള കാര്യങ്ങളെ പറ്റി എനിക്കറിയില്ല, പക്ഷേ ഇത്രയും നടത്തി ഇത്രയും നന്മകൾ തന്നു, ഇത്രയും അനുഗ്രഹിച്ചു. അപ്പോൾ ഇനിയും നടത്താനായിട്ട് ദൈവം മതിയായവനാണ് എന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ചിന്ത വന്നു. ആ ഡിസിഷൻ എനിക്ക് അനുകൂലമായിട്ട് വരികയും ചെയ്തു. അത് അന്ന് മാത്രമല്ല, അതിനുശേഷം ഈ ആഴ്ചകളിൽ പല സമയങ്ങളിലായിട്ട് ഇങ്ങനെ ആകുലത വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിച്ചു, ദൈവം ഇത്രയും കൊണ്ടൊന്നുമില്ല, ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ല, തലേദിവസം വരെയും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചില്ല. അപ്പം പിന്നെ അന്നത്തെ ദിവസം മാത്രം എന്താ പ്രവർത്തിക്കാനായിട്ട് ദൈവം പ്രവർത്തിക്കാതിരിക്കുമോ? അപ്പം ഇനി തൊട്ടെങ്കിലും നമ്മളിനി ആങ്സൈറ്റി എല്ലാവർക്കും ഉണ്ട്. അപ്പം അടുത്ത പ്രാവശ്യം നമ്മൾക്ക് വിശ്വാസം ഉണ്ട്, പക്ഷെ വിശ്വാസം ടെസ്റ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥകളാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അടുത്ത പ്രാവശ്യം ചിലപ്പം ഇങ്ങനത്തെ നമ്മുടെ ആങ്ഷ്യസ് തോട്ട്സ് നമ്മളെ ഭരിക്കുമ്പം അതിനെ സപ്രസ് ചെയ്ത് വീണ്ടും അതിനെപ്പറ്റി കൺഫ്യൂസായിട്ട് വിശ്വാസത്തെ അടിച്ചമർത്താതെ ചിലപ്പോൾ ഇതുവരെ നമ്മളെ നടത്തിയതിന് ദൈവത്തെ നന്ദി പറഞ്ഞ് അല്ലെങ്കിൽ ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ബീങ് ഗ്രേറ്റ്ഫുൾ, നന്ദിയുള്ളവരായിട്ടിരിക്കാൻ. അതുവരെയുള്ള ഇപ്പം നമുക്ക് എണ്ണി പറയാനാണ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ദ വെരി ഫാക്ട് ദാറ്റ് വി ആർ അലൈവ്, വി ആർ സേഫ്, വി ആർ സെക്യൂർ, വി ആർ ഹാപ്പി അറ്റ്ലീസ്റ്റ്. ഓക്കെ, അത് തന്നെ ദ ബേസിക് തിങ് ടു ബി ഗ്രേറ്റ്ഫുൾ ഫോർ. അത് കഴിഞ്ഞിട്ടാണല്ലോ വലിയ ബാക്കി കാര്യങ്ങൾ. അപ്പം അങ്ങനെ അടുത്ത പ്രാവശ്യം ഇങ്ങനെ ആങ്സൈറ്റി അലട്ടുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന്, അത് എന്ത് വലിയ കാര്യം ആയിക്കോട്ടെ, അലട്ടുന്ന സമയത്ത് ആ ആങ്സൈറ്റി, ആ തോട്ടുകൾക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് അതുവരെ ദൈവം നടത്തിയ കാര്യങ്ങളെയൊക്കെ ഒന്ന് ദൈവത്തിന് താങ്ക്സ് പറഞ്ഞു നോക്കിക്കേ. ചിലപ്പോൾ നമ്മൾ അതുവരെ നമ്മളെ ആകുലപ്പെട്ടിട്ട് നടക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാവുന്നതേ ഉള്ളൂ. കാര്യം അത് സൈക്കോളജിക്കലും കൂടെയാണ്.
നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കുറച്ചും കൂടെയൊക്കെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുവാൻ, കംപ്ലയിൻറ്റ്സ് കുറച്ചിട്ട്, ദൈവം തരുമോ തരാതിരിക്കുമോ ദൈവത്തിൻ്റെ കാര്യം, പക്ഷേ അതുവരെ നടത്തിയ ദൈവം നമ്മളെ ഇനിയും നടത്തുവാൻ മതിയായവനാണെന്ന് നമ്മുടെ ചിന്ത, നമ്മൾ അത് കുറച്ചും കൂടെയൊക്കെ ഒന്ന് നമ്മൾ ഊട്ടി ഉറപ്പിക്കണം. അപ്പം അടുത്ത പ്രാവശ്യം ഇങ്ങനെയുള്ള ആകുലതകൾ വരുമ്പം തീർച്ചയായും ദൈവത്തിന് നന്ദി പറയാനായിട്ട് ആദ്യം ഓർക്കുക, പിന്നെ ബാക്കി കാര്യങ്ങൾ ദൈവം നോക്കിക്കോളും. അപ്പം അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നവരെയും ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, കാത്തു പരിപാലിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.